ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഡ്രൈവർ മേഖലയിൽ ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത് നമ്മുടെ എക്സൈസ് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു എക്സാം ആണ് അല്ലെ. ആ എക്സൈസ് ഡ്രൈവർ എന്ന് പറയുന്ന എക്സാമിന് ബയോളജി ഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മുടെ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്നത് അല്ലെ. കാരണം റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിക്കുന്ന ചോദ്യങ്ങളാണെങ്കിലും അല്ലെ, കൂടുതൽ ചോദ്യങ്ങൾ ബയോളജിയിലെ തന്നെ ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് കൂടിയ ഏരിയ എന്ന് പറയുന്നത് ഈ രോഗങ്ങളും രോഗകാരികളുമാണ്. അപ്പൊ അതിലെ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന സെക്ഷനിലെ കുറച്ച് പ്രധാനപ്പെട്ട PYQs പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായിട്ട് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ആരോഗ്യം. നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ആരോഗ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവും 3 ഘടകങ്ങളുണ്ട് അല്ലെ. ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള വെൽനെസ് അല്ലെങ്കിൽ സുസ്ഥിതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയാണ്. ആ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായ വർഷം ഒരു വട്ടം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വർഷം പഠിച്ചോളുക. 1948 ഏപ്രിൽ 7. നമ്മളൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ തൊട്ടടുത്ത വർഷം ഒന്ന് കണക്ട് ചെയ്താൽ മതി അല്ലെ. 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 7 നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ലോകാരോഗ്യ ദിനമായിട്ട് കണക്കാക്കുന്നു. എന്തായിട്ട് കണക്കാക്കുന്നു? ലോകാരോഗ്യ ദിനമായിട്ട് കണക്കാക്കുന്നത് ഏപ്രിൽ 7 മനസ്സിലാക്കുക. അതായത് ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനമായിട്ടുള്ള ഏപ്രിൽ 7 നമ്മൾ ലോകാരോഗ്യ ദിനമായിട്ട് കണക്കാക്കുന്നത്. അതും PSC എടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇനി അടുത്തൊരു പഠിക്കേണ്ട ഒരു ചെറിയൊരു ഏരിയ കൂടെ പറയാണ്, വൈറ്റൽ സൈനുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് ഈ വൈറ്റൽ സൈനുകൾ എന്ന് പറയുന്നത്? നമ്മളൊരു വ്യക്തി ആരോഗ്യവാനാണോ അല്ലയോ എന്ന് കണക്കാക്കുന്നത് ആ ഒരു വ്യക്തിയുടെ രൂപം നോക്കിയാണോ? ഒരാൾ നന്നായിട്ട് മെലിഞ്ഞിരിക്കുകയാണ്, അയാൾക്ക് ആരോഗ്യമില്ല. ഒരാൾക്ക് നല്ല വണ്ണമുണ്ട്, അയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്. അങ്ങനെയല്ല നമ്മൾ ഒരു വ്യക്തിയുടെ ആരോഗ്യം കണക്കാക്കുന്നത്. നമ്മൾ ഒരു വ്യക്തിയുടെ ആരോഗ്യം കണക്കാക്കുന്നത് 4 സൈനുകളെ ബേസ് ചെയ്താണ്, 4 കാര്യങ്ങളെ ബേസ് ചെയ്താണ്. ആ 4 കാര്യങ്ങളെയാണ് നമ്മൾ വൈറ്റൽ സൈനുകൾ എന്ന് പറയുന്നത്. ഒരു തവണ ചോദിച്ചിട്ടുണ്ട് PSC. ചുവടെ തന്നിരിക്കുന്നവയിൽ വൈറ്റൽ സൈനുകളിൽ പെടാത്തത് ഏത്? ഇപ്പൊ പ്രധാനമായിട്ടുള്ള 4 വൈറ്റൽ സൈനുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറയുന്നത് ശരീരത്തിന്റെ താപനിലയാണ്. ശരീരത്തിന്റെ താപനില, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. 2 എന്ന് പറയുന്നത് പൾസ് ആണ് അല്ലെ, പൾസ്. 3 എന്ന് പറയുന്നത് ശ്വസനമാണ്. 4 എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ BP ആണ്. ഈ 4 കാര്യങ്ങളെ ബേസ് ചെയ്താണ് ഒരു വ്യക്തി ആരോഗ്യവാനാണോ അല്ലയോ എന്ന് നമ്മൾ കണക്കാക്കുന്നത്. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറ്റൽ സൈനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് വൈറ്റൽ സൈനുകൾ എന്ന് പറയുന്നത്? ശരീരത്തിന്റെ താപനില, പൾസ്, ശ്വസനം, രക്തസമ്മർദ്ദം. ശരീര താപനില, പൾസ്, ശ്വസനം, രക്തസമ്മർദ്ദം എന്നിവയാണ് പ്രധാനപ്പെട്ട 4 വൈറ്റൽ സൈനുകൾ എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഏരിയ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ രക്തത്തില് 55% എന്താ ഉള്ളത്? പ്ലാസ്മയാണുള്ളത്. രക്തത്തിൽ 55% പ്ലാസ്മയാണുള്ളത്. 55% പ്ലാസ്മയാണുള്ളത്. ഈ പ്ലാസ്മയിലുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീനുകളാണ്. ഈ പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ് പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ. അതിൽ ഈ ആൽബുമിന്റെയും ഗ്ലോബുലിന്റെയും ഫൈബ്രിനോജന്റെയും ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ആൽബുമിൻ എന്ന് പറയുന്നത് BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു, രക്തസമ്മർദ്ദം റെഗുലേറ്റ് ചെയ്യുന്ന ആൽബുമിനാണ്. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് രോഗപ്രതിരോധം അല്ലെങ്കിൽ ബോഡി ഡിഫൻസിന് സഹായിക്കുന്നത് ഗ്ലോബുലിനാണ്. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജനാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോജനാണ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. അതിൽ ആൽബുമിൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു, രക്തസമ്മർദ്ദം റെഗുലേറ്റ് ചെയ്യുന്നു. ഗ്ലോബുലിൻ ബോഡി ഡിഫൻസ്, രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനുകളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ അത് ഫൈബ്രിനോജൻ ആണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ. അതേപോലെ ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, ശരി. അടുത്തൊരു ഏരിയ
ഇനി നമുക്ക് PYQസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഒന്നുമില്ല, ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? പുകയിലയിലെ വിഷവസ്തുക്കള് ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, അല്ലെ? സിലിക്കോസിസും അല്ല, എക്സിമയല്ല, ഡിസ്ലെക്സിയ അല്ല. ആൻസർ എന്താണ്? എംഫസിമയാണ് വരുന്നത്. എന്താണ്? എംഫസിമ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ് എന്നുള്ളതാണ്. എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ആണോ, ലെപ്റ്റോസ്പൈർ ആണോ, വിബ്രിയോ കോളറ ആണോ, ലെപ്റ്റോനിമി ആണോ? അതായത് എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ എലിപ്പനിയെ നമ്മൾ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? ലെപ്റ്റോസ്പൈറോസിസ് എന്ന് വിളിക്കുന്നു, അല്ലെ? ലെപ്റ്റോസ്പൈറോസിസ് എന്ന പേരിൽ കൂടി എന്തറിയപ്പെടുന്നുണ്ട്? എലിപ്പനി അറിയപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, അല്ലെ? ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ പറ്റുന്ന രോഗമാണ് എലിപ്പനി എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കൊള്ളുക. ആഗ്നേയ ഗ്രന്ഥിയിൽ അല്ലെങ്കിൽ പാൻക്രിയാസിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? പാൻക്രിയാസിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ആൽഫ ടൈപ്പ് 1 കോശങ്ങൾ, ഗാമ കോശങ്ങൾ, ബീറ്റ കോശങ്ങൾ. നമുക്കറിയാം പാൻക്രിയാസിൽ പ്രധാനമായിട്ടും 2 തരം കോശങ്ങളാണ് ഉള്ളത്, അല്ലെ? ബീറ്റ കോശങ്ങളും ഉണ്ട്, ആൽഫ കോശങ്ങളും ഉണ്ട്. അതിൽ ബീറ്റ കോശങ്ങളാണ് എന്തുൽപാദിപ്പിക്കുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പറയുന്ന ഇൻസുലിനും ഗ്ലൂക്കഗോണും നമ്മുടെ ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവലുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നമ്മുടെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ് നമുക്കറിയാം. എത്രയാണ്? 70, 110 mg/100 ml ആണ് നമ്മുടെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ. ആ ഗ്ലൂക്കോസ് ലെവൽ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകൾ, അത് ഇൻസുലിൻ ആണ്, മറ്റൊന്ന് ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇൻസുലിനും, കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്നത് ഗ്ലൂക്കഗോണുമാണ്. ആ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയിലെ ബീറ്റ കോശങ്ങളും, ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയിലെ ആൽഫ കോശങ്ങളുമാണ്. അപ്പൊ നോക്കിയോ, ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഏത് കോശങ്ങളാണ്? ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, ബീറ്റ കോശങ്ങൾ. ഓക്കെ, അടുത്ത നോക്കാം. എന്താണ്? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം, അല്ലെ? മസ്തിഷ്കം, അല്ലെ? നമ്മുടെ ബ്രെയിനിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രോ എൻസിഫലോഗ്രാം ആണ്. ECG ഉണ്ട്, ഇലക്ട്രോ കാർഡിയോഗ്രാം, ഹൃദയവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അടുത്താണ് ഈ EG എന്ന് പറയുന്നത്. ഇലക്ട്രോ എൻസിഫലോഗ്രാം എന്ന് പറയുന്നത് തലച്ചോറുമായിട്ട് റിലേറ്റ് ചെയ്തത് ഈ ഇലക്ട്രോ എൻസിഫലോഗ്രാം ആണ്. ബാക്കി പറഞ്ഞ അൾട്രാസൗണ്ട് സ്കാനർ, CT സ്കാനും എല്ലാം നമ്മുടെ ആന്തര അവയവങ്ങളുടെ ചിത്രങ്ങളെ 3D ത്രിമാന രൂപങ്ങൾ കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ അല്ലേ? കണക്ട് ചെയ്ത് വെച്ചോളുക. അടുത്ത് നോക്കിക്കൊള്ളുക. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന അവസ്ഥ ജനിതക വൈകല്യം മൂലം. നമ്മുടെ 10ാം ക്ലാസ് വരെ ആ ജനിതക വൈകല്യം മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ പറയുന്നത് 1 എന്ന് പറയുന്ന ഹീമോസിഫീലിയ പറയുന്നുണ്ട്, 2 എന്ന് പറയുന്ന അരിവാൾ രോഗം പറയുന്നുണ്ട്, 3 എന്ന് പറയുന്നത് വർണ്ണാന്തതയും പറയുന്നുണ്ട്. വർണ്ണാന്തത. അപ്പൊ എന്താണ് ഈ വർണ്ണാന്തത എന്ന് പറയുന്നത്? വർണ്ണാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീനുകളുടെ വൈകല്യം മൂലം പ്രാഥമിക നിറങ്ങൾ നമുക്കറിയാം. പ്രാഥമിക നിറങ്ങൾ ഏതൊക്കെയാണ്? പനിച്ചു, പച്ച, നീല, ചുവപ്പാണ് പ്രാഥമിക നിറങ്ങൾ. ആ പ്രാഥമിക നിറങ്ങളിൽ പച്ച, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, പച്ച കണ്ടാൽ നീല, നീല കണ്ടാൽ മഞ്ഞ, ആ ഒരു അവസ്ഥ, അല്ലെ? നീല നിറം മാത്രം തിരിച്ചറിയാം. ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. അതൊരു ജനിതക രോഗമാണ്, അല്ലെ? അതേപോലെ തന്നെ ഹീമോഫീലിയ എന്ന് പറയുന്നത് ജീനുകളുടെ വൈകല്യം മൂലം ഒരു ചെറിയ മുറിവിലൂടെ തന്നെ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ, അല്ലെ? അരിവാൾ രോഗം എന്ന് പറയുന്നതും ഈ പറയുന്ന ജനിതക വൈകല്യമാണ്. എന്താണ്? ഓവൽ ഷേപ്പിലുള്ള RBC അരിവാൾ രൂപത്തിലേക്ക് മാറുന്നു. അതിനെയാണ് നമ്മൾ അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്തായാലും കിട്ടി നിങ്ങൾക്ക്. ആൻസർ എന്താ? ആൻസർ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാകുന്ന രോഗമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അരിവാൾ രോഗമാണ്, അല്ലെ? ബാക്കി പറഞ്ഞ ഡിപ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ വരുന്ന രോഗമാണ്. ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്?
അനിയന്ത്രിതമായിട്ടുള്ള കോശ വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ല, അപ്പൊ ജനിതക രോഗങ്ങള് 10ാം ക്ലാസ് വരെ പറയുന്ന പ്രധാനപ്പെട്ട ജനിതക രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സിക്കിൾ സെൽ അനീമിയ, RBCയുടെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഹീമോഫീലിയ, ചെറിയ മുറിവിലൂടെ അമിതമായിട്ട് രക്തം ഉണ്ടാകുന്നു. പിന്നീടാണ് എന്തെന്ന് പറയുന്നത്? വർണ്ണാന്ധത, പച്ച നീല നിറങ്ങൾ പച്ച ചുവപ്പ് നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, നീല തിരിച്ചറിയാൻ സാധിക്കും. അല്ല, ഇനിയുണ്ട് ഒരുപാട് ജനിതക രോഗങ്ങൾ. ഡൗൺ സിൻഡ്രം, ക്ലീൻഫെർലൽ സിൻഡ്രം, ടർണൽ സിൻഡ്രം. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഒരു ലെവലിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ഏരിയയിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ട പിടിക്കുന്നുണ്ട്. ആ രക്തം കട്ട പിടിക്കാത്തതോ നിലയ്ക്കുന്നതോ ആയിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണം കണ്ടെത്തുന്ന ടെസ്റ്റ് ഏതാണെന്ന് ആക്ച്വലി SCRT പറയുന്നൊരു ആൻസറാണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. APTT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ന് പറയുന്നത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത് ഒരു വട്ടം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യരിൽ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 8 മുതൽ 15 മിനിറ്റ്. 8 മുതൽ 15 മിനിറ്റിനുള്ളിലാണ് മനുഷ്യന് ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നത്? രക്തം കട്ട പിടിക്കുന്നത്. അതേപോലെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കുന്ന ആന്റി കൊയാങ്കുലന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ഹെപ്പാരിൻ ആണ്. ആന്റി കൊയാങ്കുലന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെപ്പാരിൻ ആണെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, തൈറോക്സിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏത്? തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവിടെ ആരാവശ്യമാണ്? അയഡിൻ ആവശ്യമാണ്. അയഡിന്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്ലാൻഡ് വലുതാകുന്ന അവസ്ഥയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. ഗോയിറ്റർ അല്ലെ? അപ്പൊ ആൻസർ എന്താണ്? അയഡിൻ ആണ് അല്ലെ? ബാക്കി നമ്മൾ ഈ കാൽസ്യത്തിലേക്ക് വരുമ്പോൾ കാൽസ്യമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ധാതുവാണ് കാൽസ്യം എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. രോഗങ്ങളും അവയുടെ രോഗാണുക്കളും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏതാണെന്നാണ്. പ്രോട്ടോസോവ മലമ്പനി അല്ലെ? തീർച്ചയായിട്ടും മലമ്പനി പരത്തുന്ന പ്രോട്ടോസോവയാണ്. ബാക്ടീരിയ ക്ഷയം പരത്തുന്ന ബാക്ടീരിയകളാണ് അല്ലെ? വൈറസ് ന്യൂമോണിയ, അത് തെറ്റല്ലേ? ഫംഗസ് വട്ടച്ചൊറി, അതും ശരിയാണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത നോക്കിക്കൊള്ളുക. ശ്വേത രക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? WBCs 5 തരമാണുള്ളത്. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ ഉണ്ട്, ബേസോഫിൽ, ഇസ്നോഫിൽ ഉണ്ട്, മോണോസൈറ്റ് ഉണ്ട്, അതേപോലെ ലിംഫോസൈറ്റ് ഉണ്ട് അല്ലെ? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്. അങ്ങനെ 5 ടൈപ്പാണ് WBCs ഉള്ളത്. അതില് ന്യൂട്രോഫിലും മോണോസൈറ്റും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നതുകൊണ്ട് അവയെ നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കും. ഓക്കെ ആണോ? WBCs 5 തരം ഏതൊക്കെയാ? ആ ഓർഡറിൽ പഠിച്ചു വെച്ചോണം. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അതില് ന്യൂട്രോഫിലും മോണോസൈറ്റും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ആ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ന്യൂട്രോഫിലിനെയും മോണോസൈറ്റിനെയും നമ്മൾ ഫാഗോസൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ന്യൂട്രോഫിലും ഇവിടെ ചോദിച്ചിരിക്കുന്ന ശ്വേത രക്താണുക്കൾ ഉൾപ്പെടാത്തത് ന്യൂട്രോഫിലുണ്ട്, മോണോസൈറ്റ് ഉണ്ട്, ലിംഫോസൈറ്റ് ഉണ്ട്. ത്രോംബോസൈറ്റ് WBCs അല്ല, തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. കണ്ടോ? പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അടുത്ത നമുക്ക് നോക്കാം. വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെല്ലുകൾ എന്നാൽ എന്താണ്? അതായത് ഇതാണ് ആൻസർ ഓപ്ഷൻ സി. ശരീരത്തിലെ ഏത് കോശമായിട്ട് മാറാൻ കഴിവുള്ള, നമുക്കറിയാം ഈ സ്റ്റെം സെൽസിൽ നിന്നാണ്, ഈ ഒരു സ്റ്റെം സെല്ലിന്റെ പ്രത്യേകത, ഈ ഒരു സ്റ്റെം സെൽസിൽ നിന്നാണ് നെർവ് സെൽ, നാഡീകോശങ്ങളാണെങ്കിലും ബ്ലഡ് സെല്ലാണെങ്കിലും മസിൽ സെൽസ് ആണെങ്കിലും എല്ലാം ഉണ്ടാവുന്നത്. ഒരു കോശങ്ങളിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലുള്ള മറ്റു കോശങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ ആ കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെം സെല്ലുകൾ അല്ലെങ്കിൽ മാസ്റ്റർ സെല്ലുകൾ എന്ന് വിളിക്കും അല്ലെ? എന്താണ്? ശരീരത്തിലെ ഏത് കോശമായിട്ടും മാറാൻ കഴിവുള്ള കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെല്ലുകൾ അല്ലെങ്കിൽ മാസ്റ്റർ സെല്ലുകൾ എന്നൊക്കെ വിളിക്കുന്നത് ഈ പറയുന്ന വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെല്ലുകളാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എന്താ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന കോശങ്ങൾ. ആ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ഓൾറെഡി പറഞ്ഞു. വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാഗോസൈറ്റോസിസ് ആണ്.
ഫാഗോസൈറ്റോസിസ് ആണ് അല്ലെ. അതാരാ ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു. ആരൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു WBCs? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ന്യൂട്രോഫിലും മോണോസൈറ്റും വിഴുങ്ങി നശിപ്പിക്കുന്നതുകൊണ്ട് അവയെ വിളിക്കുന്ന പേര് ഫാഗോസൈറ്റുകൾ. അപ്പൊ ഏതൊക്കെയാ വരുന്നത്? ന്യൂട്രോഫിലും മോണോസൈറ്റും. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടത്തുള്ളൂ? മാർക്ക് കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ബയോളജിന്ന് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ബയോളജിയുടെ മാർക്ക് എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ബയോളജി എന്ന് പറയുന്നത്. നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ അവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാം. ബയോളജി മാത്രമല്ല, നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ള മറ്റ് സബ്ജക്റ്റുകളിലും ഇതേപോലെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് നടക്കുന്ന ഒരു എക്സാം ആണ്. നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ച് എന്ന് പറയുന്ന എക്സൈസ് ഡ്രൈവറിന്റെ ബാച്ച്. ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസുകളുമായിട്ട് എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.